പ്രിയമുള്ളവരെ, വചനജ്വാല 1287 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 10 തിങ്കളാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പിന്റെ 8 ദിനത്തിലേക്കും വിശുദ്ധ യൗസേപ്പിതാവിന്റെ വണക്കമാസം 10 ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 59 സങ്കീർത്തനം 11 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവരെ കൊന്നുകളയരുത്, അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും. ഞങ്ങളുടെ പരിചയായ കർത്താവേ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കരുത്. അവരുടെ വായിലെ പാപം നിമിത്തം, അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ. അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ. അവരെ ഉന്മൂലനം ചെയ്യണമേ. അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ. സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു. നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു. അവർ ആഹാരത്തിന് വേണ്ടി ചുറ്റിത്തിരിയുന്നു. തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു. എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേ സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണ് എൻ്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സെബാസ്റ്റ്യായിലെ 40 രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. അർമേനിയ സെബാസ്റ്റ്യ നഗരത്തിൽ 320 ആണ്ടിലാണ് 40 പടയാളികൾ രക്തസാക്ഷിത്വം വരിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചുറുചുറുക്കുള്ള സുമുഖരായ ഒരു ഗണമായിരുന്നു ഇവരുടേത്. ഇടിമുഴക്കുന്ന ലീജിയൻ എന്നാണ് അവരെ വിശുദ്ധ ഗ്രിഗറി നിസ്സായും പ്രൊക്കോപ്പിയൂസും സംബോധന ചെയ്തിട്ടുള്ളത്. അർമേനിയയിൽ പാളയമടിച്ചിരുന്ന 12ാമത്തെ ലീജിയനാണിത്. സൈന്യാധിപൻ ലിസിയാസും ഗവർണർ അഗ്രക്കോളയുമായിരുന്നു. ചക്രവർത്തി ലിസീനിയൂസിന്റെ ആജ്ഞപ്രകാരം എല്ലാ പടയാളികളും ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ഗവർണർ ഉത്തരവിട്ടു. 12ാം ലീജിയനിലെ 40 പേരും ഒരുമിച്ച് ഗവർണറുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. യാതൊരു മർദ്ദനവും ഞങ്ങളുടെ പരിശുദ്ധ മതം ഉപേക്ഷിക്കുവാൻ മതിയാവുകയില്ല. ഗവർണർ അവരെ ചമ്മട്ടി കൊണ്ടടിപ്പിച്ചു. ഉദരം വലിച്ചു കീറി. അനന്തരം അവരെയെല്ലാം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ജയിലിലാക്കി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൈന്യാധിപൻ ലിസിയാസ് സെബാസ്റ്റ്യായിൽ എത്തിയപ്പോൾ തടവുകാരെ രണ്ടാമതും വിചാരണ ചെയ്തു. വാഗ്ദാനങ്ങൾ ഉദാരമായി പൊഴിഞ്ഞിട്ടും അവർ
ദൃഢമാനസരാണെന്ന് കണ്ടപ്പോൾ ഈ വിമതരെ നഗ്നരാക്കി മഞ്ഞിൽ കിടത്തി. അവർ ഏകസ്വരത്തിൽ പ്രാർത്ഥിച്ചു, ഞങ്ങൾ 40 പേരാണ് സമരത്തിന് വന്നിട്ടുള്ളത്. 40 പേരും മകുടമണിയുവാൻ കൃപ ചെയ്യണമേ. ക്രിസ്തുവിനെ നിഷേധിക്കുന്നവരെ രക്ഷിക്കാനായി അരികെ തന്നെ ഒരു കുളത്തിൽ ചൂടുവെള്ളം ശേഖരിച്ചിരുന്നു. മാലാഖമാർ 39 കിരീടങ്ങളുമായി ഇറങ്ങി വരുന്നത് കാവൽഭടന്മാർ കണ്ടു. അപ്പോളതാ നഷ്ടധൈര്യനായി ഒരാൾ കൂട്ടം വിട്ട് ആശ്വാസം തേടിപ്പോയി. ഇത് കണ്ടു നിന്നിരുന്ന കാവൽ ഭടന്മാരിൽ ഒരാൾ ഭീരുവായി ഓടിപ്പോയവന്റെ സ്ഥലം പിടിച്ചു. അങ്ങനെ വീണ്ടും 40 തികഞ്ഞു. തണുത്ത് വിറങ്ങലിച്ചവരുടെ മൃതദേഹം ചിതയിലേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥരെത്തിയപ്പോൾ ഒരാൾ ശ്വസിക്കുന്നതായി കണ്ടു. അയാളെ മോചിപ്പിക്കണമെന്ന് ഉദ്യോഗസ്ഥന്മാർ പ്രസ്താവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ധീരയായ അമ്മ രക്തസാക്ഷിത്വ കിരീടം നഷ്ടപ്പെടുത്തേണ്ടെന്ന് ഉദ്ബോധിപ്പിച്ചു. സഹോദരന്മാരുടെ ശരീരത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ശരീരവും തീയിലിടപ്പെട്ടു. പ്രസാദവര ജീവനോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിൽ ഒന്നാണ്. സമൂഹ ജീവിതവും നമ്മളെ ഐക്യപ്പെടുത്തുന്നുണ്ട്. ഒരുമിച്ച് നിന്ന സെബാസ്റ്റ്യായിലെ 40 രക്തസാക്ഷികളെ പോലെ ക്രിസ്തുവിന് വേണ്ടി നമുക്കും ധീരസാക്ഷ്യം വഹിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സെബാസ്റ്റ്യായിലെ 40 രക്തസാക്ഷികളെ അനുസ്മരിക്കുന്നതോടൊപ്പം അവരുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിക്കാം. സെബാസ്റ്റ്യായിലെ 40 രക്തസാക്ഷികളുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.